ഒട്ടേറെ വിദ്യാർത്ഥികൾ കമന്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന വിവിധങ്ങളായ ഒരു സംശയമാണ് കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ സപ്ലി വരികയും അത് ക്ലിയർ ചെയ്യാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സപ്ലി വരികയും അത് ക്ലിയർ ചെയ്യാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളും പിന്നെ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കുറവാണ്, നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി രണ്ടാം സെമസ്റ്ററിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാടാണ്. അപ്പോൾ എന്നായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുക, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നിങ്ങനെ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് പോകാം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും എന്നായിരിക്കും തുടങ്ങുക എന്ന്. സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മീൻസ് അത് 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെയാണ്. FIUGP വിദ്യാർത്ഥികൾ 4 ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളുടെയും. അപ്പോൾ ഈ പരീക്ഷകൾ എന്നാണ് തുടങ്ങുക, ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്നാണെന്നൊക്കെ ഉള്ള വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അതും ഒരു യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ 4 യൂണിവേഴ്സിറ്റികളുടെ അപ്ഡേറ്റ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും നിലവിലെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ 4 യൂണിവേഴ്സിറ്റീസും എന്താണ് FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനോ ഒരു കാര്യങ്ങളോ ഒരു സർക്കുലറോ ഒന്നും നിലവിൽ ഇതുവരെ വന്നിട്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പല വിദ്യാർത്ഥികൾക്കും ഒരു കാര്യം ഞാൻ പറയുന്നു. ഇപ്പോൾ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ രജിസ്ട്രേഷൻ കഴിഞ്ഞു. 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടു കൂടി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. ഈ മാസം അവസാനത്തോടെ തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കും. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഫെബ്രുവരി മാസം 14-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. എന്നാൽ 4ാം സെമസ്റ്ററിൻ്റെയും രണ്ടാം സെമസ്റ്ററിൻ്റെയുമായി ബന്ധപ്പെട്ട് നിലവിൽ അറിയിപ്പുകളൊന്നുമില്ല. കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ അറിയിപ്പുകളൊന്നും ലഭ്യമല്ല. സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലഭ്യമല്ല. ഇനി എങ്ങനെയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 4 ഇയർ വിദ്യാർത്ഥികൾക്ക് KREP ലോഗിൻ ഉണ്ട്. KREP എന്നിട്ട് KREP ലോഗിൻ ഉണ്ട്, വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ഉണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ലോഗിനിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയും ശേഷം നിങ്ങളുടെ കോഴ്സ് സെലക്ഷൻ നടത്തുക. അതായത് നിങ്ങൾ ഏതൊക്കെയാണ് കോഴ്സ് എടുത്തതെന്ന് ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ശേഷം നിങ്ങൾ അതിൻ്റെ ഫീ പേയ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് FIUGP വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. എന്നാൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറുകയും നോട്ടിഫിക്കേഷനിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുകയും ശേഷം അതിലൂടെ നിങ്ങളുടെ പേപ്പറുകൾ സെലക്ട് ചെയ്യുകയും നിങ്ങൾ ഫീസ് അടയ്ക്കുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ് ലഭ്യമാകുക. സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയായിരിക്കും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വേണം. കേരള യൂണിവേഴ്സിറ്റിക്കും MG യൂണിവേഴ്സിറ്റിക്കും അതാത് വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയായിരിക്കും ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ KREP ലോഗിനും കേരള, MG, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയായിരിക്കും വിദ്യാർത്ഥികൾ ഇതിനായുള്ള രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ് ലോഗിനിൽ പ്രവേശിക്കുക. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി KREP ലോഗിനിൽ പ്രവേശിക്കുക. ശേഷം നിങ്ങളുടെ കോഴ്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ വിഷയങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് 4 വർഷ വിദ്യാർത്ഥികൾക്ക് 6 വിഷയങ്ങളും
3 വർഷ വിദ്യാർത്ഥികൾക്ക് 5 വിഷയങ്ങളും സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് നടത്തുക. ഇത്രയും മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, ആ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് കോളേജിൽ സമർപ്പിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കോളേജിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിങ്ങൾ റെസീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ 4 ഇയർ വിദ്യാർത്ഥികൾക്ക് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഹാൾ ടിക്കറ്റിൽ, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭിക്കുന്ന ഹാൾ ടിക്കറ്റിൽ, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റിൽ എന്തുണ്ട്, നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കേണ്ടതായിട്ടും സിഗ്നേച്ചർ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതായത് 3 വർഷ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റൊക്കെ ലഭിക്കുമ്പോൾ എന്തുണ്ട്, അതിൽ സിഗ്നേച്ചർ ചെയ്യണം, ഫോട്ടോ ഒട്ടിക്കുകയൊക്കെ ചെയ്യാനുണ്ട്. ഫോട്ടോ ഒട്ടിക്കുകയും സിഗ്നേച്ചറൊക്കെ ചെയ്യണം. എന്നാൽ 4 ഇയർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും വേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റൊക്കെ അച്ചടിച്ച് വരുമ്പോൾ തന്നെ അതിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറെല്ലാം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.